കടൽ മണൽ ഖനനത്തിനെതിരെ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വ്യാപകമായി ഗ്രീൻ മാർച്ച് സംഘടിപ്പിച്ചു. പള്ളിക്കര ബീച്ചിൽ നടന്ന കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിതേഷ് കണ്ണപുരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. ജോയിന്റ് കൗൺസിൽ പ്രസ്ഥാനം കടലിന്റെ മക്കളെ ചേർത്തണയ്ക്കാൻ കരിമണൽ കടൽ മണൽ ഞങ്ങളുടെ സ്വത്താണെന്ന് എഴുതിയ കടലിൻ സ്വത്ത് കീറെഴുതി. ഭൂമിയും ആകാശവും വിലക്കെടുത്ത് ചൂഷണം ചെയ്യുന്ന മുതലാളിത്തം കടൽ തീരത്തെയും വിലക്കെടുത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചൂഷണം ബാധിക്കുന്നത് മത്സ്യസമ്പത്തിനെയും അതുവഴി മത്സ്യത്തൊഴിലാളികളെയുമാണ്. താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ കണക്കിലെടുക്കാതെ നടത്തുന്ന പ്രകൃതി ചൂഷണം എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ഈ ചൂഷണത്തെ പ്രതിരോധിക്കേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. കരയെ ഇല്ലാതാക്കുന്ന കടൽമണൽ ഖനനത്തിനെതിരെ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ഗ്രീൻ മാർച്ചിന്റെ ഭാഗമായി പള്ളിക്കര ബീച്ചിൽ നടന്ന കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിതേഷ് കണ്ണപുരം ഉദ്ഘാടനം ചെയ്തു. 2002 നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു വലിയ വ്യാവസായിക സംരംഭം ഉണ്ടായിരുന്നു. അതിന്റെ പേര് ജിമ്മ് എന്നായിരുന്നു. അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് പറയുന്ന ജിമ്മ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ ലോകത്തെമ്പാടുമുള്ള വ്യവസായികളെ നമ്മുടെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് കേരളത്തിന്റെ ഒരു സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ അടയാളപ്പെടുത്തുന്നത് ഒരു വലിയ മീറ്റായിരുന്നു. ആ കാലഘട്ടത്തിൽ UDF ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത്. വലിയ പ്രചരണവും വലിയ വികസന സങ്കല്പവും ഒക്കെ കൊണ്ടായിരുന്നു അങ്ങനെ ഒരു മീറ്റ് നടന്നത്. അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു കടലിൽ നിന്ന് മണൽ ശേഖരിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി. കടലിൽ നിന്ന് മണൽ ശേഖരിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി വന്നപ്പോ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് പറയുന്ന ജിമ്മ് തന്നെ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ ഒരു പ്രൊജക്ട് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ പ്രൊജക്ടിനെതിരായിട്ട് അന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് G സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. NFIW ദേശീയ കൗൺസിൽ അംഗം P ഭാർഗവി, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിജുരാജ് CK, യമുന രാഘവൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി SN പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ബാനം ദിവാകരൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രസാദ് കരുവളം, പ്രദീപ് കുമാർ PP, K പ്രീത, അരുൺ കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E മനോജ് കുമാർ, നിഷ PV തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.